ഇദ്ദേഹം നാട്ടിൽ വിളിച്ച് ഷെയ്ഖുന ഭാര്യനോട് പറഞ്ഞു, ഷെയ്ഖുന അവിടെ വന്ന് എന്നെ ജയിലിനെ കൊയിച്ച് ഇതാക്കി. ഷെയ്ഖുനാന്റെ അടുത്ത് അവിടെ ഉണ്ടോ ഷെയ്ഖുന? ആ ഷെയ്ഖുന എന്നപ്പോൾ ഷെയ്ഖുന കിടക്കണോടത്ത് കിടക്കുന്നുണ്ട്, വഴി മാറിയും പോയിട്ടൊന്നുമില്ല. ഇതാണ് ഷെയ്ഖുന. എന്തിനുള്ളിലും കയറും, എന്തിനും പുറത്തു പോരും, ആരെയും കൊണ്ടുപോകും, ആരെയും പുറത്താക്കും. ഒരു പ്രയാസവുമില്ല, അന്നുമില്ല ഇന്നുമില്ല, എന്തും ചെയ്യാൻ കഴിയും. പിടിച്ചോ ഷെയ്ഖുനാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമസ്തക്കാരോട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസ് കിട്ടിയിരിക്കുകയാണ്. സി എം മടവൂരിനെ എത്രയും വേഗം നിങ്ങൾ വിളിച്ച് സൗദി അറേബ്യക്കൊക്കെ പോയ സി എം മടവൂരിനെ ഏതായാലും കേരളത്തിൽ തന്നെ ആണല്ലോ ഇവരെ കവറുള്ളത്. അപ്പോൾ ഏതായാലും മടവൂരിൽ കിടക്കുന്ന സി എം മടവൂർ ഇപ്പം കേരളത്തിലേക്ക് സഞ്ചരിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. സാക്ഷാൽ AP സമസ്തയുടെ കീഴിലാണ് എന്ത് നടന്നത്? 35ാം ആണ്ട് ഉറൂസ് നടന്നത്. അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഈ കാഫില സംഘം അല്ലെങ്കിൽ ഈ അഹ്സനി കുരുവട്ടൂരികൾ അതുപോലുള്ള ആളുകൾ എന്താണോ ഈ മനുഷ്യനെ പറ്റി പറഞ്ഞു നടക്കുന്നത് അതന്നെ ആരും പറയുന്നത്. ഈ സമസ്തി പറയണം ആര്? കാന്തപുരടക്കമുള്ളവർ, അതേപോലെ പേരോടക്കമുള്ളവർ, പ്രസിഡന്റ്, പിന്നെ റയീസുൽ ഉലമ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളടക്കമുള്ളവർ തന്നെയാണ്. അപ്പോൾ സമസ്തക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, ഇതുമൊന്നും ഊരാൻ കഴിയൂല. സി എം മടവൂരിൻ്റെ കഥകളും കറാമത്തുകൾ എന്ന പേരിലുള്ള കള്ളക്കഥകളും കുറേ പോലീസുകളും എല്ലാം പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന മടവൂർ കാഫില എന്ന സംഘവും അതിൻ്റെ പ്രചാരകനും അതിൻ്റെ നേതൃസ്ഥാനത്തിൽ നിൽക്കുന്ന ആളും ഇപ്പോൾ നിലവിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങളായി കാണുകയാണ്. എന്നാൽ ചിലരെങ്കിലും ഇത് മതത്തിൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്താണ് ശരിക്കും ഈ ഇവരോട് പറയാനുള്ളത്? ഇവിടെ പിന്നെ സൂചിപ്പിക്കപ്പെട്ട പോലെ മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു വിഭാഗം, അത് കുറച്ചാളുകൾ പിന്നെ സി എം മടവൂർ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മനുഷ്യൻ്റെ ജീവചരിത്രം അതിങ്ങനെ പാടി പുകഴ്ത്തി അയാളുടെ പേരിൽ ഇല്ലാത്ത ഒരുപാട് കഥകൾ പ്രചരിപ്പിച്ച് അത് കറാമത്ത് കഥകളാണെന്ന പേരിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു സംഘമാണ് ഈ മടവൂർ കാഫില എന്ന് പറയുന്നൊരു ടീം. അതിൻ്റെ ഒരു പ്രധാന വക്താവാണ് ഇപ്പോൾ ഒരു പുതിയ പിന്നെ വിവാദപരമായിട്ടുള്ള കേസിലൊക്കെ പിടിച്ച് അദ്ദേഹം അറസ്റ്റിലാണിപ്പോൾ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ റമദാൻ കഴിഞ്ഞതിൻ്റെ റമദാൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായൊരു പോസ്റ്റർ നമ്മളൊക്കെ കണ്ടിരുന്നു. ശവ്വാൽ പ്രഭ, മനുഷ്യ മനസ്സുകൾ മടവൂരിലേക്ക്. യഥാർത്ഥത്തിൽ എനിക്കത് കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ നല്ല കുളിച്ച് വെള്ളക്കുപ്പാഴൊക്കെ ഇട്ട് നല്ല അത്രയൊക്കെ പൂശി ഒരാൾ നേരെ പോയി ചാണകക്കുഴിക്കാണ് ചാടി അങ്ങനെ ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ റമദാനിൻ്റെ മഹത്വം എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്നതാണ്. അതിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മനസ്സുകൾ പിന്നെ പശ്ചാത്തപിച്ച് മടങ്ങി തെറ്റുകളൊക്കെ കഴുകി ശുദ്ധിയാക്കി ശവ്വാലിൽ 1 ചാണകക്കുഴി ചാടുന്ന ഏർപ്പാടും അങ്ങനെ ചാണകക്കുഴിയിലേക്ക് ചാടിക്കുന്ന ഏർപ്പാടുകാരുമാണ് ഈ മടവൂർ കാഫിലക്കാർ. അതവർ മാത്രമല്ല, സമസ്ത മൊത്തം ആ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു മനുഷ്യനെ, കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച ഈ മനുഷ്യനെ എന്തൊക്കെയാണ് ഇനി അവർക്ക് പറയാൻ ബാക്കിയുള്ളത്? ഒന്നും ബാക്കിയില്ല. അവിടെ വലിയാക്കി, അവസാനം പറഞ്ഞു മുദബ്ബിറുൽ ആലമാക്കി, പിന്നെ പടച്ചോനാക്കി. ഇനി പതിലും വലുതില്ലല്ലോ, അള്ളന്നെ ആക്കി അനല്ലാന്ന് പറഞ്ഞു എന്നാ. അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ ഈ കാഫിലക്കാരൻ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ പിഴച്ച വിശ്വാസം, ഈ മടവൂർ പിന്നെ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഉള്ള വിശ്വാസങ്ങളൊക്കെ നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ അപകടം പിടിച്ചതും സമൂഹത്തെ പിന്നെ നരകത്തിലേക്ക് തന്നെ നേരിട്ട് നയിക്കുന്നതുമാണ് എന്നതിൽ ഒരു സംശയവും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല. കാരണം ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും മെച്ചം നന്മയും ഗുണവും ഒക്കെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതാണ്, അമ്പിയാക്കന്മാരോട് ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നതാണ് എന്നാണല്ലോ സമസ്തയുടെ ആശയം. അതിനാണുള്ളൊരു ഫൈസി KSRTC ഉദാഹരിച്ചത്. KSRTCയും ബെൻസൊക്കെ പറഞ്ഞ് ഈ ആളുകളെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്ന് അകറ്റുകയും അള്ളാഹു അല്ലാത്തവരിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ CMനെ പറ്റി എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? ഇപ്പോൾ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞു. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ, പടച്ചോൻ്റെ ഒരു വിശേഷണമാണ്. അതേപോലെ തന്നെ പടച്ചോനാക്കി,
ഇനി ഈ മടവൂർ കാഫിലയുടെ മുമ്പിൽ ചെന്നിരുന്ന ഒരു അഹ്സനി പറയാണ്, ഈ മടവൂർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നായിബാണ് എന്ന് പറഞ്ഞാൽ പകരക്കാരനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം എവിടെ എത്തിയ ആളുകൾ. അപ്പോൾ ഇത് പറഞ്ഞത് ഈ മടവൂർ കാഫിലക്കാരനോടാണ്. വേണമെങ്കിൽ പിന്നെ ആ സംസാരം ഒക്കെ ഒന്ന് കേട്ടിട്ട് ബാക്കി ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോൾ സ്വാഭാവികമായും മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കയ്യിൽ നിന്ന് വെള്ളം വന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ അവിടുത്തെ നായിബായി വരുന്ന ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളിൽ നിന്ന് എന്തായാലും അത് ഉണ്ടാവുമല്ലോ. ഉണ്ടായി എന്ന് വന്നാൽ അതിനെ അനുഭവസ്ഥരാണല്ലോ പറയുന്നത്, കേട്ട് കേൾവിയല്ലല്ലോ. ഞാനത് അനുഭവിച്ചു എന്നാണല്ലോ. അതാണ് നേരെ റാവി ഉദ്ധരിക്കുന്നത്. നമ്മളെ കാഫിലയുടെ ഒരു പ്രത്യേകതയോ അതാണ്. നമ്മൾ കേട്ടെന്തോ വാഴ്ന്നു പറയുക അങ്ങനെയല്ല. ആരാണോ അത് അനുഭവിച്ചത് അയാളെ തേടി പിടിച്ച് അയാൾ തന്നെ പറയുന്ന ശൈലിയാണല്ലോ അത് ഏറ്റവും വിശ്വസ്തത. അപ്പം ഏറ്റവും വിശ്വസ്തമായ കാര്യങ്ങളാണ് ഈ കാഫില, നമ്മുടെ കാഫില എന്നപ്പോൾ ഈ അഹ്സനി പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഒരു കൂട്ടുമുന്നണിയാണ്. ഇപ്പോൾ ഈ പിന്നെ വ്യക്തി പിടിക്കപ്പെട്ടപ്പോൾ ഇയാൾ വല്ല തടി ഊരാൻ വേണ്ടി ചില ചൊപ്പടി വിദ്യകളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്, അത് വേറെ വിഷയം. അപ്പം യഥാർത്ഥത്തിൽ എന്തൊരു കുഫറിൻ്റെ വാചകങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നായിബാണ് CM മടവൂർ. ഇത് മാത്രമല്ല, ഈ CM മടവൂരിനെ പറ്റി പറഞ്ഞു മരിച്ചവരെ ജീവിപ്പിച്ച ആളാണ് CM മടവൂർ. അപ്പം യഥാർത്ഥത്തിൽ ഈ CM മടവൂരിൻ്റെ ഇല്ലാത്ത കറാമത്തുകൾ പാടി അത് വിറ്റ് വരുമാനമാക്കി നടക്കുന്ന ഒരു സാധു മനുഷ്യനാണ് ഇപ്പോൾ ജയിലിൽ കിടക്കണത്. പക്ഷേ ആ ജയിലിൽ കിടക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അയാൾ ജയിലിൽ പോയത്. പക്ഷേ ഇയാൾ പാടിപ്പുകയത്തുന്ന CM മടവൂരിനെ കുറിച്ച് ഇവർ തന്നെ പറഞ്ഞ എന്താ ചോദിച്ചാൽ അഹ്യൈത്ത മൈത്തമ്പിൽ കറാമത്തി മോലിലാണ്. കാന്തപുരം അടക്കമുള്ള ആളുകളൊക്കെ അവതാരിക എഴുതി പുസ്തകത്തിൽ വരെ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ നീ മരിച്ചവരെ ജീവിപ്പിച്ച ആളല്ലയോ താങ്കളെന്ന്. അപ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ആളാണ് CM മടവൂർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ കാഫിലക്കാരൻ. പക്ഷേ മൂപ്പരെ വൈഫിനെ ആര് ജീവിപ്പിച്ചിട്ടില്ല? പിന്നെ മടവൂർ ജീവിപ്പിച്ചിട്ടില്ല. അത് വേറെ വിഷയം. അപ്പോൾ ഇങ്ങനെ സമൂഹത്തെ എല്ലാ നിലക്കും അന്ധവിശ്വാസങ്ങളിലേക്കും അതേപോലെ തന്നെ പിന്നെ പിഴച്ച വിശ്വാസങ്ങളിലേക്കും അള്ളാഹുവിന് സമപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരെ നയിക്കാൻ ഈ CM മടവൂരിൻ്റെ കറാമത്ത് തന്നെ ഇവർക്ക് പറഞ്ഞാൽ കേൾക്കാം. ഇപ്പോൾ ഈ സാധു ജയിലിൽ കിടക്കാണല്ലോ. അപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ കറാമത്ത് കിടക്കൊക്കെ ഓർക്കണമൊക്കെ നല്ലതാണ്. ഏതായാലും ഈ കള്ളക്കറാമത്ത് പറഞ്ഞ് അവസാനം ഈ പറഞ്ഞത് മുഴുവനും കളവായിരുന്നു എന്ന് സ്വയം ബോധ്യപ്പെടാനുള്ളൊരു അവസരം കൂടിയാണ് പടച്ചോൻ എന്ത് ചെയ്തിട്ടുള്ളത്, അയാൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇവർ ഈ പിന്നെ CMനെ പറ്റി പറഞ്ഞ വെച്ചാൽ ജയിലിൽ നിന്ന് വരെ ആളുകളെ മോചിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഭയങ്കരമായ ശക്തി ഇയാൾക്കുണ്ടെന്നാണ്. പറഞ്ഞ ചില്ലറക്കാരൊന്നുമല്ല, ഒരു പിന്നെ ആൾ പറയട്ടെ. സൗദിയിൽ ഒരു ചെറുപ്പക്കാരൻ ഷെയ്ഖുനാനോട് മഹബത്തുള്ള ചെറുപ്പക്കാരായി പറയാൻ ഞാൻ ഒരുങ്ങിയപ്പോൾ മറന്നുപോയത്. അദ്ദേഹം സൗദിയെ പോയി, ഷെയ്ഖുനാന്റെ സമപ്രകാരം പോയതാ. അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാൾ അവിടെ അറസ്റ്റിലായി പോയി. അവിടെ ഒരു തെറ്റും ചെയ്യാതെ എന്തോ ഒരു കുറ്റാളവിൽ ആരോപിച്ച് അയാൾ ജയിലിൽ അടക്കപ്പെട്ടു. ജയിലിൽ കടന്ന് CMനെ വിളിച്ച് കരാൻ തുടങ്ങി. എന്നെ ഇതിനെ പറഞ്ഞ അയച്ചത് എനിക്ക് നാടനെ പോരേനോ, എന്നെ ജയിലാക്കാൻ അങ്ങോട്ട് വിടണ്ടീനൊക്കെ ഷെയ്ഖുനാനോടാ പറയുന്നത്. ഷെയ്ഖുനാന്റെ സമപ്രകാരം പോകുന്നതല്ലേ, എന്നെ ജയിലാക്കാൻ അങ്ങോട്ട് പറഞ്ഞാക്കണ്ടീനോ, ഷെയ്ഖുനാനോട് കുറ്റം പറഞ്ഞ മാതിരി എന്നെ പറയാൻ ഒക്കെ പറയാം. ഷെയ്ഖുനാനോട് ഷെയ്ഖുന പറഞ്ഞാച്ചല്ലേ ഇയാൾ അങ്ങനെ പറയണം. അപ്പോൾ അവർക്ക് മനസ്സുവേദനാകുക. അപ്പോൾ ഇന്നങ്ങോട്ട് ഇതേ പറഞ്ഞാൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇയാൾ കരയാൻ തുടങ്ങി. ഇയാൾ രാത്രി അങ്ങനെ കരഞ്ഞു കൊടുക്കുക, ഹജ്ജിന്റെ ടൈമാ. അങ്ങനെ ഇയാൾ കരഞ്ഞു കൊടുക്കുമ്പോ ജയിലിന്റെ പുറത്ത് ഷെയ്ഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷെയ്ഖുന ആ ജയിൽ തുറന്ന് ഉള്ളിൽ കയറി സലാം പറഞ്ഞെത്തിയപ്പോ ഷെയ്ഖുന ജയിലിലെത്തിന്. സുബ്ഹാന, ജയിൽ തുറക്കാൻ കഴിയോ, തുറക്കാൻ പറ്റുമോ? അതൊക്കെ ചെന്ന് ചോദിച്ചു നോക്ക്. അത് അങ്ങനെ ഉള്ളിൽ കയറി. അപ്പോ നീ കരയിൽ നീട്ട് വന്നാ ഞാൻ ഹജ്ജിന് വന്നതാ, വാ ഞാൻ കൈ പിടിച്ച് കൊണ്ടുവന്ന് വണ്ടി കയറ്റി നേരെ വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദിയിൽ, എനിക്ക് അറിഞ്ഞൂടെ, അവിടെ ആക്കി കൊടുത്തു. ഇദ്ദേഹം നാട്ടിൽ വിളിച്ച് ഷെയ്ഖുന ഭാര്യനോട് പറഞ്ഞു ഷെയ്ഖുന അവിടെ വന്ന് എന്നെ ജയിലിനെ ഇതാക്കി ഷെയ്ഖുനാന്റെ അടുത്ത് അവിടെ ഉണ്ടോ ഷെയ്ഖുന? ആ ഷെയ്ഖുന എന്നപ്പോൾ ഷെയ്ഖുന കിടക്കുന്നുണ്ട്, വഴി മാറിയും പോയിട്ടൊന്നുമില്ല. ഇതാണ് ഷെയ്ഖുന. എന്തിനുള്ളിലും കയറും, എന്തിന്നും പുറത്തു പോരും, ആരെയും കൊണ്ടുപോകും, ആരെയും പുറത്താക്കും. ഒരു പ്രയാസവുമില്ല, അന്നുമില്ല ഇന്നുമില്ല, എന്തും ചെയ്യാൻ കഴിയും. പിടിച്ചോ ഷെയ്ഖുനാൻ. അപ്പോൾ അന്നുമില്ല ഇന്നുമില്ല, എന്തും ചെയ്യാൻ കഴിയും ഷെയ്ഖുനക്ക്. അപ്പം എന്നാൽ ഈ സാധു ലത്തീഫിനെ ഒന്ന് പിന്നെ രക്ഷപ്പെടുത്തണ്ടേ? കാരണം ഈ CM മടവൂരിൻ്റെ മദ്ഹ്
ഊണിലും ഉറക്കിലും വിശ്രമമില്ലാതെ പറഞ്ഞ് പാടി എല്ലാ ആളുകളെ മുന്നിലും പോയി പിന്നെ വീഡിയോ എടുത്ത് അതിങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുന്ന വലിയൊരു ആശിക്കും മുഹിബാണല്ലോ CM മടവൂരിൻ്റെ. അപ്പോൾ ഇത് ഏതോ ഒരാളെ സൗദി അറേബ്യയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ സൗദി അറേബ്യക്കൊന്നും പോകണ്ട, ഇയാൾ ഇവിടെ കേരളത്തിലെ ജയിലിൽ തന്നെയാണ് ഉള്ളത്. അയാളെ രക്ഷപ്പെടുത്താൻ CM മടവൂർ എത്ര അടിയന്തരമായി ഇടപെടണം എന്ന് നമുക്ക് പിന്നെ ഒരു അഭ്യർത്ഥന നമ്മൾ പറയാണ്. എന്തൊരു അന്ധവിശ്വാസം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഈ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് തന്നെ തങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലെന്നും അതൊക്കെ കള്ളക്കഥകളാണെന്നും സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി തട്ടിവിടുന്ന പച്ച നുണകളാണ് എന്നുമൊക്കെ അവർക്കും അവരെ പിന്താങ്ങുന്ന ആളുകൾക്കുമൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു യഥാർത്ഥത്തിൽ അള്ളാഹ് കാണിച്ചു കൊടുത്തൊരു പിന്നെ സംഭവമാണിത്. മാത്രമല്ല പിന്നെ രോഗം മാറ്റാൻ വേണ്ട, രോഗം വേണ്ട എന്ന് പറഞ്ഞു, ബീമാർ നഹോ എന്ന് പറഞ്ഞു. രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇങ്ങനെ എത്ര കറാമത്ത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ CM മടവൂർ വന്നു എന്ന് പറയുന്നതും അതുപോലെ തന്നെ പോകുന്നു അതൊക്കെ കള്ളക്കഥകളാണ്. അങ്ങനെ ആർക്കും വരാനും കഴിയില്ല, വന്നിട്ടുമില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സമസ്തക്കാർ മുമ്പിൽ ഒരു നല്ല ഓഫർ വെക്കുകയാണ്. നിങ്ങൾ CM മടവൂരിന് ഇതാ ഇപ്പോൾ ഈ CM മടവൂരിൻ്റെ വലിയ ആശിക്കായിട്ടുള്ള, വലിയ മുഹിബായിട്ടുള്ള, വലിയ മാദിഹായിട്ടുള്ള ഇയാളിപ്പോൾ പ്രതിസന്ധിയിലകപ്പെട്ടിട്ട്, കാരണം ഇയാൾ നിരപരാധിയാന്നുള്ള അയാളെ വാദം. ഇയാൾ ഹസനി പറഞ്ഞത് വെച്ചാൽ നിരപരാധി അയാൾ ജയിലിൽ കിടന്നു, ഇയാൾ നിരപരാധി, ഇയാൾ നിരപരാധം ചെയ്തിട്ടില്ല എന്നാണ് മൂപ്പരവാദം. പക്ഷേ നിയമത്തിനെതിരെതിരാണ്. അങ്ങനെയാണെങ്കിൽ സ്വന്തം നിരപരാധിത്വം തെളിയിച്ചു കൊടുക്കാൻ CM മടവൂരിനെ വിളിച്ചു വരുത്താൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണിത്. അതൊരു ഉപയോഗിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ CM മടവൂരിനുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ വരികയില്ല. അപ്പോൾ ഇനി ചില ആൾക്കാർ ചോദിക്കും, അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടൂല, ഉത്തരം കിട്ടാത്തില്ല. അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും ചോദിച്ചാൽ ഉത്തരം കിട്ടാതിരിക്കുകയും ചെയ്യും. പക്ഷേ അള്ളാഹിനോട് ചോദിച്ചാൽ ആത്യന്തികമോ ഉത്തരം കിട്ടും. അതൊരു പക്ഷേ ദുനിയാവിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ പരലോകത്തു നിന്നായിരിക്കാം, അതല്ലെങ്കിൽ ആൾക്ക് വരാവുന്ന എന്തെങ്കിലും ഒരു പിന്നെ ഷർറിനെ അള്ളാഹു സുബ്ഹാനഹു നീക്കിയതായിരിക്കാം. ഇതൊക്കെ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെ പടപ്പുകളിലേക്ക് ചെയ്യാൻ പാടില്ല. കാരണം പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അയാളെ സഹായിക്കൽ നിർബന്ധമാണ്. അപ്പോൾ CM മടവൂരിന് ലത്തീഫിനെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ ലത്തീഫിനെ സഹായിക്കൽ നിർബന്ധമാണ്. CM മടവൂരിനെ അയാൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ. പക്ഷെ അങ്ങനെ കഴിയൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നാണ് CM മടവൂർ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ആൾ പറഞ്ഞു, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം. ഇത് പറയാനുള്ള ശക്തി, കഴിവും അതുപോലെ തന്നെ ഹക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഉള്ളൂ. അതൊരു മടവൂരിനുമില്ല, ഒരു പ്രവാചകനുമില്ല, ഒരു അമ്പിയാവിനില്ല, ഒരു വലിയവനില്ല. ഈ അള്ളാഹുവിൻ്റെ ഈ ഹക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ സമസ്തക്കാരും ഈ സൂഫികളും അതുപോലെ തന്നെ തിരീഖത്തുകാരുമൊക്കെ ഈ കള്ളക്കറാമത്തിൻ്റെ ആളുകൾ ഈ CM മടവൂരിനൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമസ്തക്കാരോട് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസ് കിട്ടിയിരിക്കുകയാണ്. CM മടവൂരിനെ എത്രയും വേഗം നിങ്ങൾ വിളിച്ചു. സൗദി അറേബ്യക്കൊക്കെ പോയ CM മടവൂരിനെ ഏതായാലും കേരളത്തിൽ തന്നെ ആണല്ലോ മുമ്പ് കവറുള്ളത്. അപ്പോൾ ഏതായാലും മടവൂരിൽ കിടക്കുന്ന CM മടവൂർ ഇപ്പം കേരളത്തിലേക്ക് സഞ്ചരിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ നടത്തണം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇവർ സമൂഹത്തെ എങ്ങോട്ടാണ് നയിക്കുക. ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ എത്തീപ്പിയുടെ സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഭവമല്ല. മുമ്പ് നമുക്കറിയാലോ, ഒരു പിഞ്ചു കുഞ്ഞ് ജനിച്ചപ്പോൾ മുലപ്പാൽ കൊടുത്തില്ല, നിഷേധം. മുലപ്പാൽ നിഷേധിച്ചു. കാരണം എന്താ വെച്ചാൽ ഇന്ന തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പാലെടുക്കാൻ പാടില്ല. ഈ അടുത്ത പ്രദേശമായ കൊളത്തൂരിൽ നമുക്കറിയാം, മരിച്ച മയ്യത്ത് മറമാടാതെ ഏതെങ്കിലും ഒരാൾ മയ്യത്തിന് ജീവൻ കൊടുക്കുമെന്ന അന്ധവിശ്വാസത്തിൽ ആ മരിച്ച മയ്യത്ത് ചീഞ്ഞ് നാറുന്നവരെ അവിടെ വീട്ടിൽ വെച്ചു എന്ന് കണ്ടല്ലോ. ഇങ്ങനെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കാത്ത അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയും അത് വലിയ വിശ്വാസമായി അവതരിപ്പിക്കുകയും എന്നിട്ട് ആളുകളെ ചൂഷണം ചെയ്യുക, ഇതിൻ്റെ പേരിൽ പൈസ പിരിക്കുക, എന്നിട്ട് ഈ കള്ളക്കറാമത്ത് വിറ്റിട്ട് പിന്നെ ഇപ്പം എന്തൊക്കെയാണ് സമൂഹത്തിലുള്ളത്. പിന്നെ മടവൂരിൻ്റെ പേരിൽ യാസീൻ ഓതിയിട്ട് ഇതുപോലെ വെള്ളം മുന്നിൽ വെച്ചിട്ട് പിന്നെ അത് കുടിക്കുക, ഓൺലൈനായിട്ട് ഊതുക, ആ ഊതിയ വെള്ളം ഇവിടുന്ന് കുടിക്കുക, ടിവിൻ്റെ മുമ്പിൽ വെച്ച് കുടിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നു, മടവൂരിന് ഒരു കറാമത്തുമില്ല, ഒരു കറാമത്തും അയക്കില്ല. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് കറാമത്തുണ്ടാവില്ല. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്കല്ലേ കറാമത്തുണ്ടാകുക. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ പറഞ്ഞാൽ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഈമാനുള്ളവരും തഖ്വയുള്ളവരേക്കും. ഇവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, മടവൂർ
നിസ്കരിക്കൂല, നോമ്പ് വെൽക്കൂല, അതുപോലെ തന്നെ നോമ്പ് നോറ്റവരെ മുറിപ്പിക്കും, സ്വർണ്ണമോതിരം ധരിക്കും, താടി വടിക്കും. ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ അള്ളാൻ്റെ വലിയാക്കന്മാരാകാം. അപ്പം ഇത് തട്ടിപ്പാണ്. അപ്പം ഈ തട്ടിപ്പിൽ സമസ്ത എല്ലാവരും പ്രതികളാണ്. അതിലൊരു കാഫിലക്കാരൻ മാത്രമല്ല, ഇത് മുഴുവൻ പ്രതികളാണ്. മാത്രമല്ല ഏർവാടി നടക്കണം എന്താണ്, ആളുകൾ ചികിത്സയിൽ തടയുക. ഇതിന് കള്ളക്കറാമത്ത് ആളുകൾക്ക് പ്രചരിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഒരിക്കൽ കൂടി പറയുന്നത്, ഇപ്പോൾ സമസ്തക്കാർക്ക് നല്ല അവസരമാണ് ഈ ലത്തീഫിയെ നിങ്ങൾ പറഞ്ഞതുപോലെ കേസ് ഒഴിവാക്കി കൊടുക്കുക. കേസ് ഒഴിവാക്കിയ കഥയും ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ അത് CM മടവൂരിൻ്റെ വലിയൊരു കറാമത്ത് പറയുന്ന കൈക്കൂട്ടം AV ശംസുദ്ദീൻ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിന് പേര് നിർദ്ദേശിക്കുന്നത് കാന്തപുരം മുസ്ലിയാരാണ്. ഇതിൽ പറയുന്നുണ്ട് കേസ് വേണ്ട. ഇതിൻ്റെ 86-ാമത്തെ പേജിൽ, അതായത് കുഞ്ഞഹമ്മദ് ഹാജിയും ഒരു മുസ്ലിയാരും ഷെയ്ഖുനെ കാണാൻ കോഴിക്കോട് ഷെയ്ഖുന താമസിച്ച വീട്ടിലെത്തി. അപ്പോൾ ബിസിനസ്സുകാരായ ചിലർ അവരെ കാണാൻ കഴിഞ്ഞു. അവർ കേസിൽപ്പെട്ടിരുന്നു. കേസിൽ പ്രതികൂലമായി വിധി വന്നാൽ അവർ തകർന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഷെയ്ഖുനെ മുമ്പ് കാണാൻ വന്നപ്പോൾ കേസ് വേണ്ട എന്ന് മഹാനവറുകൾ പറഞ്ഞിരുന്നു. അവസാനം കേസിൻ്റെ വിധി അവർക്ക് അനുകൂലമായി വന്നു. എന്നാൽ അങ്ങനെയെങ്കിലും കേസ് വേണ്ടെന്നെങ്കിലും പറഞ്ഞിട്ട് ഈ ചങ്ങാനെ രക്ഷപ്പെടുത്തണ്ടേ. അപ്പം അതിന് രക്ഷപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ്. അതുകൊണ്ട് മടവൂരുകാർ ഈ CM മടവൂൻ മുരീദന്മാരൊക്കെ ഇടപെട്ടിട്ട് വേഗം ഒന്ന് ഇടപെടിച്ച് ആ സാധുവിനെ ഒന്ന് രക്ഷപ്പെടുത്തിക്കേണ്ട പരിശ്രമം. ഏത് ജാമ്യം കിട്ടുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തണം. അതൊരു കണ്ടീഷൻ ഉണ്ട്. ഇവർക്ക് നിയമപരമായിട്ട് ജാമ്യം കിട്ടിയിട്ട് പുറത്തു വന്നിട്ട് അത് CM മടവൂരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് വിഷയത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ സമസ്തക്ക് ഈ കാഫില സംഘത്തെ ഈ മടവൂർ കാഫിലയെ എതിർക്കുന്നതും തള്ളുന്നതൊക്കെ കാണാൻ കഴിയും. പക്ഷേ സമസ്തക്ക് പരിപൂർണമായിട്ട് ഇവരെ തള്ളാൻ കഴിയുമോ ശരിക്കും? യഥാർത്ഥത്തിൽ ആശയപരമായി നമ്മൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ സംവിധാനങ്ങൾ പലതും ഉണ്ടാവും, പക്ഷെ ആശയപരമായിട്ടാണ് ഏതൊരു കാര്യത്തെയും നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ ആ മാനദണ്ഡപ്രകാരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സമസ്തക്ക് ഒരിക്കലും ഇതിൽ നിന്ന് ഊരാൻ കഴിയില്ല. കാരണം ഇതിലെ ഇമാം എന്ന് പറയാവുന്ന വിധത്തിൽ ആരുണ്ടാവും? ഇപ്പോഴത്തെ മുഖ്യധാര സമസ്ത വിഭാഗങ്ങളുണ്ടാവും. അത് AP ആകട്ടെ EK ആകട്ടെ രണ്ടും ഉണ്ടാവും. മാത്രവുമല്ല, ഇവിടെ ഇപ്പോൾ ഈ വാർത്തകളും ചർച്ചകളൊക്കെ കാണുമ്പോൾ ഇവരെ ആത്മാർത്ഥമായി പിൻപറ്റുന്ന കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർ ഇനിയെങ്കിലും ചിന്തിക്കട്ടെ, ഈ ആത്മീയ ചൂഷണങ്ങൾക്ക് ആയുസ്സില്ല എന്നുള്ളത്. അതാണ് ഇവിടെയൊക്കെ തെളിയണത്. ഒരു ആയുസ്സും അതിനില്ല. മറ്റൊന്ന്, ഇതൊക്കെ മതത്തിൻ്റെ മറവിലാണ്. അപ്പോൾ മതവാണിഭങ്ങൾ ഒരിക്കലും നിലനിൽക്കില്ല. മതവാണിഭങ്ങൾ വേരുറച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല. എല്ലാ കാലം എടുത്ത് പരിശോധിക്കപ്പെട്ടാലും മതവാണിഭങ്ങൾ ആകെ വാടി ഉണങ്ങി കരിഞ്ഞു പോയ ചരിത്രം നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇവിടെ തെളിഞ്ഞു വരുന്ന ഒരു വലിയ നമുക്ക് പ്രത്യേകം ഓർത്തെടുത്ത് പറയാവുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇതുള്ളത്. ഇനി ഇപ്പോൾ നമ്മൾ സമസ്തനെടുക്കുക. സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടിലേക്ക് അടുത്ത് അതിൻ്റെ ആഘോഷങ്ങളും മറ്റുമായിട്ടൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. പക്ഷേ പല നിലക്കും അവർ മനസ്സിൽ വേദനകൾ കൊണ്ട് ഇങ്ങനെ നീറിപ്പുകഞ്ഞ് ആളി കത്തിയിരിക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. ആശയപരമായ സംഘടന ഒരു ഭാഗത്ത്, സംഘടനാപരമായ സംഘടന വേറൊരു ഭാഗത്ത്. ഇപ്പോൾ ഈ മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട ഈ CMൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ ഈ പകര അഹ്സനിയാകട്ടെ, ഇപ്പോൾ ഈ ഇവിടെ പ്രതിയായിട്ടുള്ള ലത്തീഫ് ആകട്ടെ, അതുപോലെ ഈ അഹ്സനിയാകട്ടെ, ഇങ്ങനെയുള്ളവരൊക്കെ സമസ്തയുടെ ആശയം അഥവാ സമസ്തയുടെ അടിസ്ഥാനം എന്താണോ അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഈ മടവൂരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? മുഷാവറയിൽപ്പെട്ട പേരോട് മുസ്ലിയാരടക്കം, അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അലവി സഖാഫി, ഇങ്ങനെയുള്ളവരൊക്കെ രംഗത്ത് വന്നിട്ട് പ്രത്യേകം ഒരു ആദർശ മാറ്റം കൊണ്ടുവന്നു. അവരെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രഭാഷകന്മാർക്ക് ഇതാണ് സമസ്തൻ്റെ ആദർശം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേക സമ്മേളനങ്ങളും ക്യാമ്പയിനുകളൊക്കെ നടത്തി. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്തിരുന്നു? കൃത്യമായി പിടികൂടി സമസ്തൻ്റെ ആദർശം ഇതല്ല. കാരണം സമസ്ത കൊണ്ടു നടക്കുന്ന വ്യാജ ഔലിയാക്കന്മാർക്ക് ഏത് സമയത്ത് എന്തിനും ഏതിനും കഴിയുന്നതാണ്. അതാണ്. മാത്രവുമല്ല, മരണശേഷം ശക്തി കൂടുന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പവർ കൂടുന്നതാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ CM മടവൂർ അവരുടെ പ്രസിദ്ധനായ വലിയാണ്. ആ വലിയ എന്തും ഏതും കാണിക്കും
എന്ന വിശ്വാസത്തിലാണല്ലോ സമസ്തൻ്റെ ആശയം തുടക്കം മുതലുള്ള വിശ്വാസം. അതിവർ പ്രചരിപ്പിക്കുമ്പോൾ അതിന് വിലങ്ങ് വെക്കാൻ ചില ആളുകൾ നോക്കി. പക്ഷെ അവർ വിലങ്ങ് വെക്കാൻ നോക്കിയെങ്കിലും അതൊരു നമ്മളുടെ ചില കാര്യങ്ങളൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ദുർബലമായ സാധനം കൊണ്ട് മൂടി വെച്ച് ഒതുക്കാൻ നോക്കുമല്ലോ എന്ന പോലെ ഇതാർക്കും എപ്പോഴും തട്ടി തെറിപ്പിക്കാവുന്ന ഒരു ലോക്കായിരുന്നു അവരിട്ടത്. അല്ലാതെ പിന്നെ മുറുക്കുള്ള ലോക്കല്ല. സംഗതി ഇപ്പോൾ അവസാനം കഴിഞ്ഞ വ്യാഴാഴ്ച ഈ മടവൂരിൻ്റെ വീട്ടിൽ വെച്ച് സാക്ഷാൽ AP സമസ്തയുടെ കീഴിലാണ് എന്ത് നടന്നത്, 35ാം ആണ്ട് ഉറൂസ് നടന്നത്. അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഈ കാഫില സംഘം അല്ലെങ്കിൽ ഈ അഹ്സനി കുരുവട്ടൂരികൾ അതുപോലുള്ള ആളുകൾ എന്താണോ ഈ മനുഷ്യനെ പറ്റി പറഞ്ഞു നടക്കുന്നത് അതന്നെ ആരും പറയുന്നത്, ഈ സമസ്തി പറയണം. ആര്? കാന്തപുരടക്കമുള്ളവർ, അതേപോലെ പേരോടക്കമുള്ളവർ, പ്രസിഡന്റ്, പിന്നെ റയീസുൽ ഉലമ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളടക്കമുള്ളവർ തന്നെയാണ്. അവിടുത്തെ പിന്നെ ഈ ബുർദ ഈ അദ്ദേഹത്തെ മദ്ഹ് ചെയ്തുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് പാടിയ പാട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ നൂറ് സിറായി കിട്ടിയ ആളാണ് മടവൂര്. അപ്പോൾ അള്ളാഹിൻ്റെ നൂറ് സിറായി കിട്ടി പറഞ്ഞാൽ അത് വെച്ചിട്ടാണ് മടവൂരിനെ പടച്ചോനാക്കിയത്. അപ്പോൾ സമസ്തക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, ഇതുമൊന്നും ഊരാൻ കഴിയൂല. വല്ല പെട്ടിക്കോളത്തിൽ വല്ല 4 പേര് വാർത്ത കൊടുത്തോണ്ടൊന്നും എന്ത് ചെയ്യൂല, ഊരാൻ കഴിയൂല. ഇനി നമ്മൾ നോക്കുക ഇവർക്ക് കഴിയും. അപ്പോൾ ഇത് വലിയുള്ളായി CS സ്മരണിക, ഇത് ഇയാൾ ഈ മടവൂരിൻ്റെ മരണശേഷം ഇറങ്ങിയ AP EK ഒക്കെ അംഗീകരിക്കുന്ന ഒരു സ്മരണികയാണിത്. ഇതിൽ പിന്നെ മടവൂരിനെ ഇവർ കൊണ്ടുപോയി അള്ളാഹ്ക്ക് തുല്യാക്കി, അള്ള കാണും പോലെ കാണും, അള്ള കേൾക്കും പോലെ കേൾക്കും, അള്ള പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും എന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഈ ആശയം എങ്ങനെ ഈ കാഫില സംഘത്തിൻ്റെ ആശയം മാത്രമാണ്. ഇത് കാന്തപുരം അടക്കമുള്ളവർ ലേഖനങ്ങളാണ്. ഇതിൻ്റെ പത്രാധിപ സമിതി നോക്കിയ സമസ്തയിലെ എല്ലാ തലമുതിർന്ന ആളുകളും ഇതിൻ്റെ പത്രാധിപരാണ്. ഇനി ഇതിൽ തന്നെ ഇപ്പോൾ കാന്തപുരത്തിനൊരു അസുഖം ഉണ്ടായ സംഭവം പറയുന്നുണ്ട്. ഇവരെ ഈ ടീം പറയുന്ന ആശയത്തോട് സമസ്തക്ക് ബന്ധമുണ്ടോ ഇല്ലെന്ന് നോക്കണമല്ലോ. ഇപ്പോൾ ഇതിൽ കാന്തപുരത്തിന് 110 ഡിഗ്രിയോളം വരുന്ന പനി ഉണ്ടായെന്നാണ്. ശക്തമായ പനി, ഡോക്ടർമാരൊക്കെ ആകെ ബേജാറായ പനിയായിരുന്നു. അപ്പോൾ അങ്ങനെ പനിച്ച് കിടക്കുന്ന നേരത്ത് പിന്നെ കാന്തപുരം പിന്നെ സ്വപ്നം കാണുകയാണ്. അപ്പോൾ സ്വപ്നത്തിൽ വരുന്ന ആളാരാ? മരിച്ച മടവൂരാണ് വരുന്നത്. മടവൂർ വന്നിട്ട് പേടിക്കണ്ട, നേരിട്ടില്ലല്ലോ. അതെ, പിന്നെ വളരെ വിഷമത്തിലാണ്. കാരണം ഈ പനി കഴിഞ്ഞ് പുറത്തിറങ്ങണമല്ലോ. അപ്പോൾ പേടിക്കണ്ട, സമാധാനത്തോടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് അറബി ഭാഷയിൽ സംസാരിച്ചു എന്നാണ്. അങ്ങനെ അതിനുശേഷം ഇയാൾ ഏതൊരു വീട്ടിൽ വന്നത് പിന്നെ കാന്തപുരം അറിയാണ്. അപ്പോൾ അവിടേക്ക് ഓടിയെത്തിയപ്പോൾ ഈ മടവൂർ പറഞ്ഞ വാക്കെന്താ അറിയോ? അമാ കുൽത്ത ലക ലാ തഖഫ് ഫഅഖൂലു ലക ലാ തഹ്സൻ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇജ്ജ് പേടിക്കണ്ട, ഇപ്പോൾ ഞാൻ എന്നോട് പറയുന്നു ദുഃഖിക്കണ്ട. ഇത് മടവൂർ പറഞ്ഞു എന്നാണ്. നമ്മളിപ്പോൾ ഈ ലത്തീഫിൻ്റെ വിഷയത്തിൽ അതെ മടവൂർ ഇങ്ങനെ പറയുമെന്നൊന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ആ നിലക്കാണുള്ളപ്പോൾ ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന എത്രത്തോളം എന്നറിയോ, സമസ്തയിലെ വേറൊരു മുസ്ലിയാർ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ലത്തീഫിന് എന്ത് ചെയ്യണം, ഡോക്ടറേറ്റ് കൊടുക്കണം എന്ന്. എന്തിന്? മടവൂരിൻ്റെ മദ്ഹ് ഇങ്ങനെ ഓടി നടന്ന് പറയുന്ന ഇയാൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു മുഹിബിനെ, ഒരു മുരീദിനെ ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ പിന്നെ അതെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അയാൾ വരുമോയെന്ന് നമ്മളൊക്കെ ഒന്ന് ആഗ്രഹിച്ചു പോവാണ്. വരണമെങ്കിൽ എല്ലാവരും കാണണം, റെക്കോർഡ് ചെയ്യണോ, അല്ലാതെ പറ്റില്ല. ശരിക്ക് ഇപ്പോൾ മടവൂർ പാടിയെന്ന് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം ശരിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഔലിയാക്കളോട് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണല്ലോ ശരിക്ക്. അപ്പോൾ അള്ളാഹിൻ്റെ കലാമിനെ പോലും ഇവർക്ക് എന്തില്ല, ഒരു വില കൊടുക്കുന്ന മാലൻ്റെ വില. അതെ, അത്രേ ഉള്ളൂ. ആ നിരക്കാണ് കാണുന്നത്. ഇനി അപ്പോൾ ഇവിടെ കാന്തപുരം മുസ്ലിയാരാണ് പ്രതി. കാരണം കാന്തപുരം മുസ്ലിയാരോടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, വളരെ പ്രയാസമൊക്കെ കഴിഞ്ഞ് നീങ്ങി. അപ്പോൾ ഈ കാന്തപുരം മുസ്ലിയാർ ഈ ഇതേ ആശയമാണ് ആരും പറയണത്, കാഫിലിയും പറയണത്. ഇനി ഇത് പിന്നെ കാന്തപുരത്തിൻ്റെ അവതാരികളുടെ കിതാബാണ്. ഒരു സഖാഫിയാണ് ഈ കിതാബ് എഴുതിയിരിക്കുന്നത്. മർക്കസിൽ അധ്യാപകനായിരുന്ന ഒരു സഖാഫിയാണ്. അപ്പോൾ ഇതിൽ ഈ ചെങ്ങായിൻ്റെയും മടവൂരിൻ്റെ പോരിശയായിട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ ഏറ്റവും ഗുരുതരമായ കുഫർ എന്താ അറിയോ? വതുത്ത സിരീഫി മല്ലൗ കാലലി ഷൈഇൻ കുല്ലക്കാന. അതായത് എന്തെങ്കിലും ഒന്നിനോട് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. ഈ പുസ്തകം കാന്തപുരത്തിൻ്റെ അവതാരികളുടെ പുസ്തകമാണ്. ഇതുവരെ കാന്തപുരം നിഷേധിച്ചിട്ടില്ല.
പല സക്കാഹിമാർ കുടുങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ഉസ്താദ് അങ്ങനെ എഴുതൂല എന്ന് പറഞ്ഞു പോയി. അതുകൊണ്ട് കാര്യമല്ല, കാന്തപുരത്തിൻ്റെ അവതാരിക ഇപ്പോഴും ഇതിൽ കിടക്കുന്നുണ്ട്. ഒരു ചെറിയ വരി കൊണ്ട് പോലും ഇതിൻ്റെ അവതാരിക അല്ല എന്ന് കാന്തപുരം പറഞ്ഞിട്ടില്ല. കുൻ എന്ന പ്രത്യേകത ആരതാ? അള്ളാഹിൻ്റെത് അല്ലേ? ആ പ്രത്യേകത ഈ മടവൂരിനുണ്ട് അറിയുമ്പോൾ ഈ വിഷയത്തിൽ എന്താണ് അങ്ങനെ മടവൂർ ഇടപെടാത്തത്? ഈ ലത്തീഫിൻ്റെ വിഷയത്തിൽ കുൻ എന്ന് പറഞ്ഞ് ഇടപെടട്ടെ. കാരണം എന്താണ്? കമാ കാന കുത്തുബൽ ആലമി ഐ ഹൗസൽ അവാൻ എന്നാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള. ഇപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന പിന്നെ ഈ ആണ്ട് പരിപാടിയിൽ ഒരു മുസ്ലിയാർ പറഞ്ഞെന്തറിയോ, ലോകത്ത് 3 ഹൗസുൽ ആലമുകളാണ്, അതിൽ 3ാമതായി പരിഗണിക്കേണ്ട ഹൗസുൽ ആലം ആരാണ്? മടവൂരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹൗസാണ് ഇയാൾ ഇടപെടണ്ടേ. ഇനി അതുമല്ല, ഇതിൽ തന്നെയാണ് ഇപ്പോൾ നേരത്തെ മാലിസർവിയുടെ വായിച്ച് കളിപ്പിച്ച വരി, അഹ്യൈത്ത മൈത്തം ബിൽ കറാമത്തി മുഅലിന നെർജു ഹയാത്തൽ കൽബി കുത്തുബൽ ആലമി. എന്നിട്ട് ഇതിന് ഇവിടെ വിശദീകരണം കൊടുക്കുകയാണ് ഈ സഖാഫി. എന്താ കൊടുക്കുന്നത് അറിയോ? ഡോക്ടർമാർ വിധിച്ചു പാമ്പ് കടിയേറ്റ് ഇയാൾ മരിച്ചിട്ടുണ്ട്, പക്ഷേ ഷെയ്ഖ് അയാളെ ജീവിപ്പിച്ചു. അപ്പോൾ ഈ ലത്തീഫ് ഇടങ്ങാറാകുന്ന വിഷയത്തിൽ ഒന്നാണല്ലോ ഭാര്യൻ്റെ മരണം എന്നുള്ളത്, ആ കുട്ടികൾക്ക് ഉമ്മ നഷ്ടപ്പെട്ടു എന്നുള്ളത്. എത്രയേ ഈ ഷെയ്ഖ് ഇടപെടേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഇതാ എൻ്റെ ഭാര്യ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് ഷെയ്ഖ് ഇടപെടേണ്ട. അപ്പോൾ ഇത് സാക്ഷാൽ കാന്തപുരത്തിൻ്റെ അറിവോടുകൂടി ഇന്നും ഇത് ലഭ്യമാണ് ഈ പുസ്തകം. ഇതിനാണ് സമസ്ത മറുപടി പറയേണ്ടത്, അല്ല ഞങ്ങൾ അറിയില്ല എന്നാണ് ഒഴിവാക്കിയിട്ട് കാര്യമില്ല. ഇനി ഈ പിന്നെ മടവൂർ ഷെയ്ഖിൻ്റെ അല്ലെങ്കിൽ മടവൂർ വലിയൻ്റെ വലിയ ഒരു, ഇപ്പോൾ ഈ കാഫിലക്ക് മുമ്പുള്ളൊരു മാദിഹാണ് ആര്, ഒരു ഖാദിമു കൂടിയാണ് ഷാഉൽ അമീദ് ബാഖവി ശാന്തപുരം. വലിയ ഖാദിമാണ് മടവൂരിൻ്റെ. ഇയാൾ ഏത് പ്രയാസഘട്ടത്തിലും വിളിച്ചിരുന്നത് ആരെ അറിയോ? ഈ മടവൂരിനെയാണ്. ഈ ബുക്കിൽ ഇത് അയാളെ മരണശേഷം ജീവചരിത്രം ഇത് ആരിറക്കിയത് അറിയോ? നോളേജ് സിറ്റീൻ്റെ അണ്ടറിലുള്ള പ്രസിദ്ധീകരണം ഇറക്കിയിരിക്കണത്. ഒന്ന്, ഇതിൻ്റെ അവതാരിക ആരാ? ഇന്നത്തെ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരും മകൻ ഹക്കീമുമാണ്. 2 അവതാരിക. ഇതിൻ്റെ ഉള്ളിൽ അനേകം ആളുകൾ സങ്കടപ്പെടാറുള്ളത് കാണാറുണ്ട്. CM വലിയുല്ലാഹിയുടെ ജീവിതകാലത്ത് ജനിക്കാനും ആ മഹാനുഭാവനെ കാണാനും ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് ആലോചിച്ച് നോക്കണം. അനേകം ആളുകളെ സങ്കടമായി പറയണത്. CM വലിയുല്ലാഹിയുടെ ദർഗയിൽ പോയി ഹൃദയം തുറന്ന് സിയാറത്ത് ചെയ്ത് യാസീനും ഖത്തമുകളും ഓതി ആത്മീയമായി ബന്ധം ഉണ്ടാക്കാൻ കഴിയും. സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോഴും എനിക്ക് വിഷമങ്ങൾ ഉണ്ടായപ്പോൾ അവിടുത്തെ വിളിച്ചപ്പോൾ എനിക്ക് ആവശ്യമായ സഹായം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കേരളത്തിലാണ്, സൗത്ത് ആഫ്രിക്ക പോകണ്ട. അതെ, ഒന്ന് വിളിച്ചിട്ട് അതെ, അതൊക്കെയല്ലേ ഇപ്പോൾ സമൂഹം. ഇതൊരാശയമാണല്ലോ. ഇത് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച്, ഹദീസുകൾ ദുർവ്യാഖ്യാനിച്ച്, ദുർബല ഹദീസുകളെ തെളിവാക്കി, കള്ളക്കഥകൾ, സ്വപ്നക്കഥകൾ തെളിവാക്കി കൊണ്ടു നടക്കുന്ന ഒരു ആശയമാണ് ഇസ്ലാമിൻ്റെ പേരിൽ. അപ്പോൾ ഇതൊക്കെ തെളിയിക്കണം. ഇനി ഇത് അയാൾ തന്നെ ഈ ഷാഉൽ അമീദ് ബാഖവി എഴുതിയ മടവൂർ CM വലിയുല്ലാഹി എന്ന പോരിശ പുസ്തകമാണ്. ഇതിൻ്റെ ഉള്ളിൽ മരിച്ചവരെ ജീവിപ്പിച്ചതുണ്ട്, കേസ് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ ഇപ്പോൾ തെളിയേണ്ടത്. ഇത് സമസ്തക്ക് ഇതുമായി ബന്ധമില്ലാന്ന് പറ്റിയ അവസരമാണ്. എല്ലാ പ്രശ്നവും മരിച്ചോലെ ജീവിപ്പിക്കുക, പ്രയാസത്തിന് രക്ഷപ്പെടുത്തുക, അതേപോലെ തന്നെ കേസ് ഇല്ലാതാക്കുക, ഒക്കെ ജയിലിൽ നിന്ന് പുറത്താക്കുക, എല്ലാം തെളിയിക്കാൻ പറ്റിയ സംഭവമാണ്. ഇനി ഇതേതറിയോ? വലിയുല്ലാഹി CM മടവൂർ മായാത്ത മുദ്രകൾ. ഇത് ഈ ഇപ്പം CM മക്കാമിൻ്റെ ആ ചിറ്റടിമിട്ടത്തിൽ വീടുണ്ടല്ലോ, ആ വീടിൻ്റെ അണ്ടറിൽ നടക്കുന്ന കോളേജ്, ആ കോളേജ് ഇതാ ജാമിയ അഷ്അരിയ CM മക്കാം മടവൂർ. ഇതാ കോളേജ്. ഇനി ഇത് അഡ്രസ്സ് ഇല്ലാത്ത ബുക്ക് എന്ന് പറയണ്ട. ഇവിടെ ഈ ബുക്ക് ഇറക്കിയ സ്ഥലം ഏതാണോ അവിടെ വെച്ചാൽ അപ്പോൾ AP-ക്കാരുടെ കീഴിൽ എന്ത് കിടന്നത്? ഉറൂസ് കിടന്നത്. ഇതിലേ ഞാൻ പോയി നോക്കിയപ്പോഴാണിത് ഒരു പ്രത്യേക ഭാഷ ശ്രദ്ധയിൽപ്പെട്ടത്. അവസാന വാക്കിൻ്റെ കോടതി എന്നാണ്. അവസാന വാക്കിൻ്റെ കോടതിയാണ് ആര്? ഇയാൾ. അപ്പം എന്താ വെച്ചാൽ ഏത് കേസും തീർക്കാം അങ്ങനെയാണ്. കോടതിയും കേസുമായി കഴിയുന്നവരോട് കേസും വേണ്ട, വിചാരണയും വേണ്ട എന്ന തിരുമൊഴിയിൽ എല്ലാം നെല്ലും പതിരുമായി എന്നാണ്. കേസും വേണ്ട. ഇവിടെ ഇപ്പോൾ അതിനൊക്കെ പറ്റിയ അവസരം. ഒന്ന് കേസും വേണ്ട, കോടതി വേണ്ട പറഞ്ഞിട്ട് ഇതൊക്കെ അപ്പോഴല്ലേ ഇത് ഈ മടവൂർ കാഫില. കാരണം മടവൂർ കാഫിലിൻ്റെ പാട്ടെന്താ അറിയോ? മടവൂർ കാഫില പ്രയാണം തുടരുന്നു എന്നാണ്. പ്രയാണം തുടരണമെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? തെളിഞ്ഞു വരണല്ലോ. അതെ, അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ തെളിയിക്കാൻ പറ്റിയ വലിയ അവസരമാണ് എന്ന് പറയാം. പിന്നെ ഇയാളെ കറാമത്ത് ഒഴുക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. ഇതാരാ? വൈലത്തൂർ തങ്ങളാണ്. വൈലത്തൂർ തങ്ങൾ പറഞ്ഞാൽ പിന്നെ ഈ മടവൂരിനെ മുറിച്ച് വെച്ച പോലത്തെ ആളാണ്. അത്രക്ക് മടവൂരുമായിട്ട് ആത്മബന്ധമൊക്കെ പുലർത്തി. എത്രത്തോളം അറിയോ? മടവൂർ മക്കാവിൻ്റെ മുന്നിലൂടെ പോവുകയാണെങ്കിൽ അയാൾ സീറ്റിൽ നിന്ന് എണീറ്റ് പോകും. അത്രത്തോളം ബന്ധമുണ്ട്.
ആലോചിക്കണേ, ആ കാറിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി ചെരിഞ്ഞ് ഇടങ്ങേറായി എണീറ്റിട്ടാണ് പോവാന്ന്. അത്രത്തോളം ആദരവ് കാണിച്ചിരുന്ന ആളാണ്. ഇതിലുണ്ട് എന്ത് കരുതാ, പാമ്പ് കടിച്ച് മരിച്ചവന് പുനർജീവൻ, അതേപോലെ തന്നെ ഇതാ പിന്നെ കേസ്, ഇതൊക്കെ നമ്മളത് പോലീസ് സ്റ്റേഷൻ, പ്രസവത്തിൽ മരിച്ചുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ തെളിയിച്ച കറാമത്തുകൾ അതിൽ. ഇത് കറാമത്ത് ഒഴിക്കുന്ന പോലെ. ഇതാ പറയുക, സമസ്തക്ക് ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ഇനി SYS ബുക്ക് സ്റ്റാൾ, SYS ആരതാ? കാഫിലല്ല SYS, AP സമസ്തൻ്റെ ഔദ്യോഗിക സംഘമാണ് SYS, യുവജന ഘടകമാണ് SYS, പേരോടക്കം പ്രതിയാണ്. മൗലിദുൻ നൂരി ഫി വലിയില്ലായിൽ മദവൂരി, ഇതിൻ്റെ ഉള്ളു വായിച്ച മൊത്തം ഈ കാര്യങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ അവസാനം CM വലിയുല്ലായി തവസുൽ ബൈത്തുണ്ട്. എന്തല്ലോ, കമ്മരീദിൻ ഖദ് അതാവു കാമിലു ഷിഫാബിക്കും ലൈസബിൽ ഇലാജി, ഇലാജ് കൊണ്ടല്ല, ഇയാളടുത്ത് ആര് വന്നാലും ശമനം കിട്ടിപ്പോകുന്നതാണ്, ചികിത്സ കൊണ്ടല്ല. ബൽ ബിൽ ഖൗലിയാ മദവൂർ വലി, മടവൂർ വലി ഇങ്ങനെ നോക്കിയിട്ട് ക്യാൻസർ വേണ്ട, കിഡ്നി പ്രശ്നം വേണ്ട. അപ്പോൾ കാന്തപുരത്തെ പറ്റി ഒരു കറാമത്ത് ഓല അടിച്ചിറക്കി ജീവനോടെ ഇറക്കിയാലെന്ത്, പിന്നെ എന്താണ് ഡയാലിസിസ് വേണ്ട, 1 വേണ്ട 3 വേണ്ട 2 വേണ്ട, 8 ഡയാലിസിസ് ഒരു ദിവസത്തിൽ അങ്ങനെയൊന്നും. അങ്ങനെ ആളെ തന്നെ ഇല്ലാതാണ് പിന്നെ അറിയണത്. അപ്പോൾ ഒറ്റ വാക്ക്, മടവൂർ വലിൻ്റെ വാക്കുകൊണ്ട് തീരുമാനമാവുന്നത്. പിന്നെ ഉണ്ടോ, കം കുറൂബാത്തിൻ കശഫ്തും അൻ ഹസീനിൻ തായീൻ ഫക്ഷിഫൻ അന്നറദാ യാ ഷെയ്ഖന മദവൂർ വലി. ഈ വരി ശരിക്ക് ഫിറ്റാണ്. ഇപ്പോൾ എവിടെ അറിയോ, ഈ ലത്തീഫിൻ്റെ വിഷയത്തിൽ. കാരണം ഒരുപാട് കുർബാത്തുകൾ അനുഭവിച്ച് ഹസീനായി നിൽക്കണ ഒരു ഘട്ടമാണ്. ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ മടവൂർ വലിൻ്റെ കഴിവ് തെളിയേണ്ടത്. അപ്പോൾ ഇത്തരം കള്ള ആശയങ്ങൾ സമൂഹത്തിൽ എഴുതി പറഞ്ഞ് പ്രസംഗിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ച് ജനങ്ങളെ കളവ് പറഞ്ഞ് കബളിപ്പിച്ച് നടക്കുമ്പോൾ ഇതൊന്നും പിന്നെ ശരിയല്ല എന്ന് തെളിയുന്നൊരു സമയം വരും. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞാൽ അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജൂ മിനൽ ദുലുമാത്തിൽ നൂർ, അന്ധകാരങ്ങൾ ശിർക്ക് കുഫർ ഇതിനൊക്കെ തൗഹീദിലേക്ക് ഹിദായത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന വലിയ അള്ളയാണ്. അത് ഒരാൾക്കും കഴിയൂല. ആ അള്ളാൻ്റെ സ്ഥാനത്തേക്കാണ് ആരെ കൊണ്ടുപോയത്, ഈ മരിച്ച് മണ്ണോട് ചേർന്ന് ഈ മനുഷ്യനെ കൊണ്ടുപോയി വെച്ചത്. ഇനി മാത്രമല്ല, ഖുർആൻ പറഞ്ഞല്ലോ, വമൈ യുഹ്നില്ലാഹു ഫമാലഹു മിൻ മുക്രിം, അള്ള ഒരാളെ അപമാനിച്ചാൽ പിന്നെ ഓൻ ആദരിക്കാൻ ആരുമില്ല. അതാണ് ഇവിടെ കാണുന്നത്. കാരണം അള്ളാൻ്റെ ശക്തിയും അള്ളാൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും ഒരു മടിയും കൂടാതെ ഈ മരിച്ച മനുഷ്യന് ചാർത്തി കൊടുക്കുക. അതുകൊണ്ട് ഇവരൊക്കെ പിന്നെ പ്രിയം വെച്ച് ഇഷ്ടപ്പെട്ട് നടക്കുന്ന ആളുകൾ നമുക്ക് പറയാനുള്ളത്, ഈ മാലിന്യ കൂടാരങ്ങൾ എന്ത് ചെയ്യണം, ഇസ്ലാമിൻ്റെ വിശ്വാസം കൊണ്ട് വിശുദ്ധമാക്കണം എന്നാണ് നമുക്ക് വളരെ വിനയത്തോടെ ഇവരോടൊക്കെ ആവശ്യപ്പെടാനുള്ളത്. പറഞ്ഞു വന്നത് മടവൂർ വലിയല്ല എന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിന് യാതൊരു കറാമത്തില്ല, അതുപോലെ സമസ്ത സമൂഹത്തെ നയിക്കുന്നത് വലിയൊരു അപകടത്തിലേക്കാണ് എന്നും സമസ്ത ഇതിൽ നിന്ന് കൈയൊഴിയാൻ പറ്റാത്ത രീതിയിൽ ഇതിലെല്ലാം ഈ മടവൂർ കാഫിലയുടെ മേത്ത് മാത്രം ഇതിനെ ചാർത്തിക്കൊണ്ട് മാറി നിൽക്കാൻ സമസ്തക്ക് സാധിക്കുകയില്ല എന്നുമാണ് പറഞ്ഞു വന്നത്.